സുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം നമ്മൾ 22-ാം അധ്യായം ചെയ്തു. പക്ഷേ അവസാനത്തെ ശ്ലോകം കഴിഞ്ഞപ്പോൾ അതിലൊന്ന് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അതായത് ശരിക്കും പറയാച്ചാൽ ഈ ഒരു നമ്മൾ കഴിഞ്ഞ് 22-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ചുരുക്കം പോലെയാണ് ഏത് ഭഗവാൻ അവസാനത്തെ കുറച്ച് ശ്ലോകങ്ങൾ പറഞ്ഞതേ. എന്താ പറഞ്ഞു വെച്ചാൽ ശരിക്കും ഇരുട്ടും വെളിച്ചവും ഒരേ സമയത്ത് ഉണ്ടാവാൻ പറ്റില്ലല്ലോ. അത്ര ഓപ്പോസിറ്റായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇരുട്ടും വെളിച്ചവും അല്ലേ. അതായത് വെളിച്ചമുള്ളപ്പോൾ ഇരുട്ടുണ്ടാവാൻ പറ്റില്ല ഒരിക്കലും. വെളിച്ചമുണ്ട ശ്രമിച്ചാൽ ഇരുട്ടുണ്ടാവാൻ പറ്റില്ല. അതുപോലെയാണെന്നാണ് ഭഗവാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. വേറെ പല ദിക്കിലും പറഞ്ഞത് എന്താ വെച്ചാൽ വേറെ നമ്മുടെ ഭാഗവതത്തിൽ തന്നെ വന്നു. ഈ ഇരുട്ടും വെളിച്ചവും പോലെയാണ് എന്താ ഈ ജഡദേഹവും ബ്രഹ്മവും അല്ലെങ്കിൽ അഖണ്ഡബോധവും. ആ ഒരിക്കലും നാശമില്ലാത്ത ആ സർവ്വവ്യാപിയായിട്ടുള്ള ആ അഖണ്ഡബോധവും നമ്മുടെ ജഡശരീരവും തമ്മിൽ ഏതുപോലെ വെച്ചാൽ ഇരുട്ടും വെളിച്ചവും പോലെയാണ്. അല്ലെങ്കിൽ ഈ ജഡശരീരം ഇരുട്ട് പോലെ ബോധം വെളിച്ചം പോലെയാണ്. എന്താ വെച്ചാൽ അത് രണ്ടും കൂടി ഒരു സമയത്ത് ഉണ്ടാവാൻ പറ്റില്ലല്ലോ. വെളിച്ചം വന്നാൽ പിന്നെ ഇരുട്ടില്ല. അതായത് വെളിച്ചത്തിൻ്റെ അഭാവത്തിൽ നമുക്ക് ഇരുട്ടുണ്ടെന്ന് തോന്നണ പോലെയാണ് ഏത് ഈ ബോധം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഭ്രമം ഉണ്ടാവണത്. ഇപ്പോൾ ഒരു റൂമിൽ വിളക്കുണ്ടാകും വിചാരിച്ചു വരും. ആ വിളക്ക് അവിടുന്ന് കൊണ്ടുപോയി അവിടെ ഇരുട്ടുണ്ടല്ലോ. അവിടെ അതുപോലെയാണ് നമ്മൾക്ക് ഈ ബോധത്തിൻ്റെ അഭാവത്തിലാണ് നമുക്ക് ഈ മായാഭ്രമം ഉണ്ടാവണത്. അപ്പോൾ ഈ ബോധം ഈ അഖണ്ഡബോധ രൂപമാണെങ്കിലോ എപ്പോഴും വിളങ്ങണത് സ്വയം പ്രകാശ സ്വരൂപിയാണ്. എന്നാൽ ഈ ജഡശരീരോ ഉണ്മ എന്ന് പറയും. അതായത് ഞാനുണ്ട് എന്ന തോന്നലിനെയാണ് നമ്മൾ ഉണ്മ എന്ന് പറയുക. ജഡശരീരത്തിന് ഉണ്മയില്ല. അതോ ഉണ്മയില്ല. നമ്മൾ ഈ ആത്മാവ് പരമാത്മാവ് അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഞാൻ എന്നുള്ള ഇതന്നെ വരണത്. ഞാൻ എക്സിസ്റ്റ് ചെയ്യണു, അഹങ്കാരമല്ല അഹംബോധം, ഞാൻ എക്സിസ്റ്റ് ചെയ്യണു എന്നുള്ള ബോധം ഉണ്ടാവണ തന്നെ ആത്മാവ് ഉണ്ടാവുകൊണ്ടാണ്. അപ്പോൾ ശവശരീരത്തിന് ആ വിചാരമില്ലല്ലോ അല്ലേ. അപ്പോൾ ശരീരം വെറും ജഡാണ്, ഉണ്മയില്ല എന്ന്, ഉണ്ടെന്നുള്ള അനുഭവം ഇല്ല. അതുകൊണ്ടാണ് പറയണത് ജഡം ബോധത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു സങ്കല്പമാണ്, ശരിക്കില്ല. അതായത് ഒരു കയറാണ് അവിടെ ഉള്ളത്, അതിൽ കയറിൽ തോന്നുന്ന ഭ്രമാണ് പാമ്പെന്ന്. അതുപോലെ ആത്മാവിൽ തോന്നുന്ന ഭ്രമാണ് ഈ ജഡശരീരം. വെറും ഭ്രമാണ്, സങ്കല്പഭ്രമാണ്. അപ്പോൾ എങ്ങനെയാണത് ഉണ്ടായതെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ സൃഷ്ടിയിൽ. ഈ ബോധത്തിൽ ആദ്യം തന്മാത്രകളുണ്ടാവും, ആ ശബ്ദസ്പർശ രൂപരസഗന്ധം. അത് പിന്നെ ജഡവിഷയങ്ങളാവും. എന്നിട്ട് എപ്പോഴും മാറിക്കൊണ്ടിരുന്ന ഈ നാനാത്വം, അങ്ങനെയുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള ജഡവിഷയങ്ങളെ ശരിക്കുള്ളതാണെന്ന് കരുതി സുഖത്തിന് വേണ്ടി അതിൻ്റെ പിന്നാലെ പോകണതാണ് നമ്മുടെ ഈ സംസാര യാത്ര. എന്താ നമ്മുടെ സംസാര യാത്ര? ശരിക്കില്ലാത്ത വിഷയസുഖങ്ങളെയൊക്കെ അനുഭവിക്കാൻ ശരിക്കുള്ള സുഖമാണെന്ന് വിചാരിച്ച് നമ്മൾ പിന്നാലെ ഓടുന്നതാണ് സംസാരയാത്ര. ശരിക്ക് ഈ ജഡമായ ശരീരം നിത്യവസ്തുവായിട്ടുള്ള ആത്മാവിൽ നമ്മൾ അധ്യാസം ചെയ്യുന്നതാണ്. ഏതുപോലെ ശരിക്കൊരു കയർ മാത്രമേ ഉള്ളൂ, പാമ്പിനെ അതിൽ അവരോധിക്കേണ്ട നമ്മൾ ഇല്ലേ, എന്നിട്ട് പാമ്പാന്ന് വിചാരിക്കാം. അതുപോലെയാണെന്ന് പറയുകയാണ്. അതാണ് പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം. കാരണം വൈകൽപ്പികം ഭ്രമം എന്ന് പറഞ്ഞല്ലോ. അതായത് വെറും ഭ്രമാണ് ഇതെന്ന് പറയണതിൻ്റെ എക്സ്പ്ലനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ ജഡമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ പുറത്തേക്ക് ഇന്ദ്രിയങ്ങളെ വിടാതെ ആനന്ദസ്വരൂപനായ ആത്മാവിൻ്റെ നേർക്ക് തിരിഞ്ഞാൽ ഈ ഭ്രമം മാറും. അത് ആ ആത്മാവിന് നേരെ ഇന്ദ്രിയങ്ങളെ തിരിയിക്കാത്തിടത്തോളം കാലം ഈ ഭ്രമരൂപമായിട്ടുള്ള ഈ സംസാരയാത്ര നമുക്ക് തുടർന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ധവനോട് പറഞ്ഞതേ,
ഇങ്ങനത്തെ അസത്തായിട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിക്കരുത് ഉദ്ധവ എന്ന് പറഞ്ഞില്ലേ. അതാണ് ഇന്ദ്രിയങ്ങളെയും സ്ഥൂല വിഷയങ്ങളെപ്പോലും ബ്രഹ്മമായിട്ട് ദർശിക്കണം, എന്നാലേ പറ്റൂ. എല്ലാം ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മമാണെന്ന് നമ്മൾ പറഞ്ഞ് അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത്. അതായത് എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും, അതും പറഞ്ഞുല്ലോ, എന്തൊക്കെ പ്രതികൂല സാഹചര്യം ഉണ്ടായാലും, എന്തൊക്കെ ദുഃഖങ്ങളുണ്ടായാലും, ആൾക്കാർ അവമാനിച്ചാലും ദ്രോഹിച്ചാലും, ഈ ശ്രേയസ് ആഗ്രഹിക്കുന്ന ഒരാൾ അതൊന്നും കൂട്ടാക്കാണ്ട് സർവം ബ്രഹ്മായി കണ്ട് അവനവനെ തന്നെ ഉദ്ധരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഉദ്ധവർ പിന്നെ ആദ്യം പറയും, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ ജഡമായിട്ടുള്ള ശരീരത്തിൻ്റെ ഈ ആക്രമണം, അല്ലെങ്കിൽ എന്നെ സ്വസ്വരൂപം എപ്പോഴും മറപ്പിക്കുന്ന, എന്നെ സ്വസ്വരൂപത്തിനെ ഓർക്കാൻ സമ്മതിക്കാത്ത ഈ ജഡശരീരത്തിൻ്റെ ആക്രമണം, അതായത് മായയുടെ ആക്രമണേ വളരെ ദുസ്സഹമാണ്. വിദ്വാൻമാർക്ക് പോലും പറ്റുന്നില്ല, എക്സെപ്റ്റ് വലിയ ഭാഗവതോത്തമാർക്കും ഭക്തന്മാർക്കും ഒഴിച്ച് ബാക്കി ആർക്കും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങേ ശരണം പ്രാപിക്കല്ലാതെ പ്രകൃതിയെ മായയെ ജയിക്കാൻ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞു അല്ലേ ഉദ്ധവൻ. ഇനി അടുത്ത അധ്യായത്തിൽ ഭിക്ഷു ഗീതയാണ്. അടുത്ത അധ്യായത്തിൽ, അതായത് മനസ്സാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്ന് പറയുന്ന ആ ഭിക്ഷുഗീതയാണ് നമ്മളിനി ചെയ്യാൻ പോണത് കേട്ടോ. ഭിക്ഷുഗീത എന്നുള്ളത് വളരെ പ്രസിദ്ധമാണതിൽ. അതെന്താ വെച്ചാൽ ജഗത്തേ ഇല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒന്നുമില്ലല്ലോ. ഇനി അപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ ആ കഥ ഉദാഹരിക്കാനാണ് ഒരു ബ്രാഹ്മണൻ്റെ കഥ ഭഗവാൻ പറയും. ഞാൻ ചുരുക്കി പറയാം. അതായത് അവിചാരിതമായിട്ട് പണം കെട്ടിവെച്ച് ഒരുപാട് പണമൊക്കെ ആർക്കും കൊടുക്കാതെയൊക്കെ സൂക്ഷിച്ച് വെച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാളുടെ ഗൃഹത്തിന് തീ പിടിച്ചു. ആരെയും സഹായിക്കാൻ സ്വഭാവം അല്ലാത്തത് കൊണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരും തിരിച്ച് സഹായത്തിനും വന്നില്ല. ബാക്കി കുറച്ച് സ്വത്തൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കള്ളന്മാരും കൊണ്ടുപോയി. ആഹാരത്തിന് പോലും അയാൾ ആ ബ്രാഹ്മണന് വകയില്ലാതെയായി. പിശുക്കനായിരുന്നു, ആർക്കൊന്നും കൊടുത്തിട്ടില്ലേ. കൈ നീട്ടി എല്ലാവരോടും യാചിച്ച് നോക്കുമ്പോൾ ഒന്നും ലഭിച്ചില്ല. അങ്ങനെ വല്ലാതെ വിഷമം അനുഭവിച്ചപ്പോൾ അയാൾക്ക് വിവേകം ഉദിച്ചു, വൈരാഗ്യം ഉദിച്ചു. എന്നിട്ട് അയാൾ എല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി ഒരു ഭിക്ഷ പാത്രമായിട്ട് നടന്നു. അപ്പോഴും ആളുകൾ അവമാനിച്ചു, ദേഷ്യപ്പെട്ടു. അങ്ങനെ അനുഭവിച്ചിട്ട് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അനുഭവിച്ച ഒരു ഭിക്ഷുവിൻ്റെ വിചാരം, അല്ലെങ്കിൽ ആ ഭിക്ഷു പറഞ്ഞതാണ് ഭിക്ഷുഗീത. അതായത് എന്താ ഭിക്ഷു ചുരുക്കത്തിൽ പറയാം, ആരും അല്ല എൻ്റെ സുഖദുഃഖങ്ങൾക്ക് കാരണം എൻ്റെ മനസ്സ് മാത്രമാണ്. മനയേവ മനുഷ്യാണ് ബന്ധനം മോക്ഷ കാരണം. അത് മനസ്സിലായി ആ ഭിക്ഷുവിന്. എൻ്റെ മനസ്സിൻ്റെ ദുഃഖങ്ങൾക്കും സുഖങ്ങൾക്കും കാരണം എൻ്റെ സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണം എൻ്റെ മനസ്സ് മാത്രമാണ്. അതായത് വിഷയങ്ങളിലേക്ക് തിരിഞ്ഞ മനസ്സിൽ നിന്ന് ആണ് ഈ ത്രിഗുണങ്ങളൊക്കെ ഉണ്ടാവണത്. ഈ പുണ്യപാപ കർമ്മങ്ങളൊക്കെ ഏത് ഗുണമാണ് അധികമുള്ളത് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ചെയ്യണു. സത്വഗുണാച്ചാൽ പുണ്യം, തമോ ഗുണാച്ചാൽ പാപം, രജോ ഗുണാച്ചാലും പാപം. അങ്ങനെയാണ് നമുക്ക് കർമ്മബന്ധനം ഉണ്ടാവണത്. അതായത് വിഷയങ്ങളിൽ വ്യാപരിച്ച മനസ്സിലാണ് ഈ ഗുണങ്ങളുടെ ഇതുണ്ടാവണതേ. അപ്പോൾ അങ്ങനെയാണ് കർമ്മബന്ധനം ഉണ്ടാവുക. ജനന മരണ ചക്രത്തെ ചുറ്റിത്തിരിയണതും അങ്ങനെയാണ്. മനസ്സിനെ അടക്കലാണ് ഈ യോഗത്തിൻ്റെ പരമകാഷ്ഠ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മനസ്സടങ്ങിയാലല്ലാതെ ഈ സംസാരം അടങ്ങില്ല എന്ന്. അടങ്ങിയ മനസ്സിനെ അടക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത യാതൊരു ശക്തിയില്ല എന്ന് മനസ്സിലായി. അതായത് മനസ്സിനെ എത്ര വേഗത ഉള്ളതിനെയും എത്ര ശക്തിയുള്ളതിനെയും നമ്മളെ മനസ്സ് അടങ്ങിയാൽ ജയിക്കാം. പക്ഷേ മനസ്സ് ഒരു മഹാശത്രുവാണ് നമ്മുടെ. അതാണ് ഭിക്ഷുഗീതയിൽ പറഞ്ഞ മനസ്സാണ് എല്ലാ ദുഃഖത്തിനും ഹേതു. എന്നറിയാത്തവന് എന്തുണ്ടായിട്ടും പ്രയോജനമില്ല എന്നാണ് ആ ഭിക്ഷുഗീതയുടെ ചുരുക്കം. ഇനി നമുക്ക് ഭിക്ഷുഗീതയിലേക്ക് കടക്കാം. അതായത്
3-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാട്ടോ. അപ്പോൾ നമുക്ക് 1-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകാദശ സ്കന്ധം 23-ാം അധ്യായം. ശ്രീ ബാദരായണി ഉവാച, അതായത് ശുകബ്രഹ്മർഷിയുടെ പറയലാണ് കേട്ടോ. സ ഏവമാശംസിത ഉദ്ധവേന ഭാഗവതമുഖ്യേന ദാശാർഹമുഖ്യഃ സഭാജയദ്ഭൃത്യവചോ മുകുന്ദസ്തമാ ബഭാഷേ ശ്രവണീയവീര്യഃ. അപ്പം നമുക്ക് ആദ്യത്തെ ശ്ലോകം എന്താ പറയണ? ശ്രീ ശുകബ്രഹ്മർഷി ശ്രവണീയ വീര്യഃ, ശ്രവണാർഹമായ വീര്യത്തോടു കൂടിയവനും മുക്തി നൽകുന്നവനും സഹ ദാശാർഹമുഖ്യ, അതായത് ഈ ദാശാർഹന്മാരിൽ മുഖ്യനുമായ ആ ഭഗവാൻ ഭാഗവത മുഖ്യേന, ഭഗവത് ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഉദ്ധവനാൽ ഏവം ഇപ്രകാരം ആശംസിത, ചോദിക്കപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ അർത്ഥിക്കപ്പെട്ടവനായിട്ട്, ഭൃത്യവച തൻ്റെ ഭൃത്യൻ്റെ വാക്കിനെ സഭാജയൻ ബഹുമാനപ്പെടുത്തിയിട്ട് അവനോട് ആബഭാഷ ഇങ്ങനെ പറഞ്ഞു. അതായത് ശുകബ്രഹ്മർഷി പറയാണ് പരീക്ഷത്തിനോട്, എന്താ ഇങ്ങനെ പിന്നെ എന്താണ് ശ്രവണത്തിന് യോഗ്യമായ വീര്യത്തോടു കൂടിയവനും ഈ യദുകുലത്തിലത്തെ പിന്നെ എന്താ പറയുക നാഥനുമായ ആ മുകുന്ദൻ അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെ വളരെ ഭക്തനായ ഉദ്ധവൻ്റെ ചോദ്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ഇപ്രകാരം അരുളി ചെയ്തു. അതായത് ഭഗവാൻ പറഞ്ഞു എന്ന് പറയുക, അത്രയേ ഉള്ളൂ. ശ്രീബാദരായണുവാച സ ഏവമാശംസിത ഉദ്ധവേന ഭാഗവതമുഖ്യേന ദാശാർഹമുഖ്യ സഭാജയൻ ഭൃത്യവചോ മുകുന്ദസ്തമാഭഭാഷേ ശ്രവണീയ വീര്യഃ. ഇനി ഭഗവാൻ ഉവാചയാണ് കേട്ടോ. ഭഗവാൻ ചോദിച്ചത് നന്നായി എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് ശ്രീ ഭഗവാൻ ഉവാച. രണ്ടാമത്തെ ബാർഹസ്പത്യ സവൈനാത്ര സാധുർവൈ ദുർജനേരിതൈഃ ദുരുക്തൈർഭിന്നമാത്മാനം യ സമാധാതുമീശ്വരഃ. ബാർഹസ്പത്യ, ബൃഹസ്പതിയുടെ ശിഷ്യ, അങ്ങനെയാണ് വിളിക്കണം. ഉദ്ധവൻ ബൃഹസ്പതിയുടെ ശിഷ്യനാണ്. അപ്പോൾ ഹേ ബൃഹസ്പതിയുടെ ശിഷ്യനായ ഉദ്ധവ, ദുർജനേരിതൈഹി, ദുഷ്ടന്മാരാൽ പറയപ്പെട്ട, ദുരുക്തൈഹി, ചീത്ത വാർത്തകളാൽ, ഭിന്നമാക്കപ്പെട്ട, ആത്മാനം, മനസ്സിനെ, സമാധാതും, അതായത് നമ്മളെ ഒരുപാട് ഒരാൾ ദുഃഖിപ്പിച്ചാലേ ആ മനസ്സിനെ സമാധാനിപ്പിക്കാൻ, ദുഷ്ടന്മാർ നമ്മളെ ദുഃഖിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ദുഃഖാനുഭവമൊക്കെ ഉണ്ടാവുമ്പോൾ ആ മനസ്സിനെ സമാധാനിപ്പിക്കാൻ യഹ ഈശ്വരഃ വൈ, ആര് ശക്തനോ സഹ സാധു, അപ്രകാരമുള്ള സാധു അത്ര വൈന, ഈ ലോകത്തിൽ ഇല്ല. വേറൊരാൾക്കും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതാണ് ഭഗവാൻ ഇതിൽ പറയാൻ നോക്കണത് കേട്ടോ. കണ്ടോളൂ, അവനവൻ തന്നെയാണ് അവനവൻ്റെ മനസ്സിനെ. അപ്പോൾ ഭഗവാൻ പറയാണ്, ഉദ്ധവരെ, ദുഷ്ടജനങ്ങൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചാൽ, അതായത് ആരുടെ മനസ്സിനെയാണ് ദുഷ്ടജനങ്ങളുടെ വാക്കുകൾക്ക് വേദനിപ്പിക്കാതിരിക്കാൻ സാധിക്കുന്ന അയാളാണ് ശരിക്കും നല്ല ആള്. എന്തെങ്കിലും ആൾക്കാർ പറയുമ്പോൾ വേഗം വിഷമാവാൻ പാടില്ല എന്ന്, അതാണ് ഭഗവാൻ പറയണത്. അതിനും മീതെ പോകണം നമ്മുടെ മനസ്സ്. അതായത് ദുർജനങ്ങൾ നമ്മളെ ചീത്ത വാക്കുകളെ കൊണ്ട് ആരുടെ മനസ്സിനെയാണോ ദുഃഖിപ്പിക്കാതിരിക്കുന്ന അയാൾക്കാണ് ശക്തി എന്ന് പറയുക. അതാണ് ഭഗവാൻ ഈ പറയണത്. അതിൽ പറയാൻ പോവുകയാണ്. അതാണ് ഭഗവാൻ പറയണത്. എന്താ അറിയോ, ഈ പിന്നെ ദുഷ്ടന്മാരുടെ വാക്കുകളാൽ വല്ലാതെ ക്ഷോഭിച്ച മനസ്സിനെ ആർക്കും സമാധാനിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പറയണത്. ആരും, ഈശ്വരന് പോലും സാധിക്കില്ല. അവനവൻ തന്നെ വേണം അവനവൻ്റെ മനസ്സിനെ അടക്കാൻ. അതാണ് ഈശ്വരഃ വൈ, ആര് ശക്തനോ സ സാധു, അപ്രകാരനായ സാധു അത്ര വൈന. ഒരു സാധുവിനും ആൾക്കാരെ എന്നെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ദുഃഖിക്കണ ഒരാളുടെ മനസ്സിൻ്റെ ദുഃഖം മാറ്റാൻ ഒരാൾക്കും സാധിക്കില്ല. ശക്തനായ, അതായത്
ആ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശക്തനായിട്ടുള്ളൊരു മഹാത്മാവ് ഈ ലോകത്തിലില്ലയെന്ന്. ബാർഹസ്പത്യ സ വൈ നാത്ര സാധുർവൈ ദുർജനേരിതൈ ദുരുക്തൈർഭിന്നമാത്മാനം യ സമാധാതുമീശ്വര. അവനും തന്നെ വേണമെന്ന് പറയാൻ അതിനുള്ള കാരണം പറയണം. എന്താ അറിയോ? ന തഥാ തപ്യതേ വിദ്ധ പുമാൻ ബാണൈ സുമർമഗൈഃ യഥാ തുദന്തി മർമ്മസ്ഥാ ഹ്യസതാം പരുഷേഷവഃ. എന്താ പറയണത്? 2 അസതാം, ഈ അസത്തുക്കളായിട്ടുള്ളവരുടെ പരുഷേഷവ, ഈ പരുഷമായ വാക്കുകൾ, അതായത് ഇങ്ങനെ നമ്മളെ ഉള്ളിനെ, നമ്മുടെ ഹൃദയത്തിന് കീറി മുറിക്കണ വാക്കുകൾ, ദുഷ്ടന്മാരുടെ വാക്കുകൾ മർമ്മസ്ഥാനത്തിലിരുന്നു കൊണ്ട് യഥാ തുദന്തി, എങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്നുവോ ഹിംസിക്കുന്നുവോ, തഥാ അങ്ങനെ സുമർമ്മഗൈഹി ബാണൈഹി, മർമ്മസ്ഥാനങ്ങളിൽ നല്ല പോലെ പായുന്ന ബാണങ്ങളാൽ വിദ്ധ പുമാൻ, വിദ്ധനായ പുരുഷൻ ന തപ്യതേ, ദുഃഖിക്കുന്നില്ല. എന്താ ഇതിൽ പറയണച്ചാൽ, മർമ്മത്തിൽ തറയ്ക്കണ, നമ്മുടെ ശരിക്കും ഹൃദയത്തിൽ തറയ്ക്കണ തരത്തിലുള്ള ദുഷ്ടജനങ്ങളുടെ വാക്കുകൾ എപ്രകാരം നമ്മളെ ദുഃഖിപ്പിക്കുന്നുവോ, നല്ല മൂർച്ചുള്ള അമ്പ് കൊണ്ട് മുറിച്ചാൽ പോലും നമുക്ക് അത്ര, അതായത് വാക്കുകൊണ്ടുള്ള മേലിപ്പോൾ നോക്കൂ, അമ്പ് തട്ടിയിട്ട് നമ്മുടെ മേല് മുറിയണേക്കാൾ ദുഃഖമാണ് നമുക്ക് ഉള്ളിൽ തട്ടുന്ന വാക്ക് കേട്ടാൽ എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ ചീത്ത വാക്കുകളെ കൊണ്ട് നമ്മളുടെ ഹൃദയം മുറിയുന്നതാണ് അമ്പുകൾ കൊണ്ട് നമ്മളെ ദേഹം മുറിയുന്നതിനേക്കാളും അസഹനീയം എന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് ഹൃദയം മുറിക്കണ പോലെ വേദന ഉണ്ടാവില്ല. നമ്മളെ ഫിസിക്കലി നമുക്ക് ഒരു അമ്പ ചെയ്തിട്ടുള്ള വേദന അത്ര സാരമില്ല എന്ന്. അതായത് ഹൃദയം മുറിക്കണ വേദനയോളം അസഹനീയമല്ല. അതായത് ദുഷ്ടന്മാരുടെ വാക്കുകൊണ്ട് ഹൃദയത്തിന് പറ്റുന്ന വേദനയോളം അസഹനീയമല്ല ഒരമ്പ് കൊണ്ട് പറ്റുന്നത്. ന തഥാ തപ്യ, അതുകൊണ്ടാണത് മാറ്റാനും വളരെ വിഷമാണ് ഒരാൾക്ക് പറയണേ. ന തഥാ തപ്യതേ വിദ്ധ പുമാൻ ബാണൈ സുമർമഗൈഃ യഥാ തുദന്തി മർമ്മസ്ഥ ഹസതാം പരുഷേഷവഃ. ഇനി ഒരു കഥ പറയാൻ ഭാവിക്കുകയാണ് ഭഗവാൻ. കഥയന്തി മഹത് പുണ്യം ഇതിഹാസമിഹോദ്ധവ തമഹം വർണ്ണയിഷ്യാമി നിബോധ സുസമാഹിത. ഈ ഒരു പോയിൻ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്താണ് ഞാൻ ഒരു കഥ പറയാം. ഈ പോയിൻ്റ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എന്നിട്ട് 4ഉം 5ഉം ഒന്നിച്ചാ ചെയ്യാം നമുക്ക്. 4 വായിച്ചൂലോ, 5ഉം കൂടി വായിക്കാം. കേനചിത് ഭിക്ഷുണാഗീതം പരിഭൂതേന ദുർജനൈ സ്മരത ധൃതിയുക്തേന വിപാകം നിജകർമ്മണം. പറയണം. എന്താ പറയണം? 4ഉം 5ലും ഉദ്ധവ, ഹേ ഉദ്ധവ, ഈ ലോകത്തിൽ ദുർജനൈഹി, ദുഷ്ടന്മാരാൽ പരിഭൂതേന, അതായത് നിന്ദിക്കപ്പെട്ട്, നിജകർമ്മണം, തൻ്റെ പൂർവജന്മ നമ്മുടെ പ്രാരബ്ധകർമ്മമാണ് എന്ന് വിചാരിച്ച് വിപാകം സ്മരത, നിജകർമ്മണം വിപാകം സ്മരത, എൻ്റെ പ്രാരബ്ധകർമ്മം കൊണ്ടാണെന്ന് വിചാരിച്ച് ധൃതിയുക്തേന, ധൈര്യത്തോടു കൂടിയ കേനജിത്, ഒരു ഭിക്ഷു ഗീതം പറഞ്ഞതും അല്ലെങ്കിൽ ഗാനം ചെയ്തതും മഹത് പുണ്യം, വളരെ പുണ്യവുമായ ഇതിഹാസം, ഒരു ഇതിഹാസത്തെ കഥയന്തി, പണ്ടുള്ളവർ പറയാറുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന്. കഥയന്തി പറഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഹം, ഞാൻ, തം, അതിനെ, വർണ്ണ ഇഷ്യ, നിന്നോട് പറയാം, വർണ്ണിക്കാം, സുസമാഹിത, മനഃശാന്തിയോടെ, നിബോധ, കേട്ടാലും. എന്താണ് ഭഗവാൻ പറഞ്ഞാൽ, ഹേ ഉദ്ധവ, ഈ ദുഷ്ടന്മാരുടെ മൂർച്ചയേറിയ വാക്കുകൾ സഹിക്കണ കാര്യത്തിൽ ഞാൻ ആ കാര്യത്തിനെ വ്യക്തമാക്കാനായിട്ട്, അല്ലെങ്കിൽ ആ കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ ഒരു കഥ പറയാം. ഒരു പണ്ടുണ്ടായൊരു കഥ, അത് അങ്ങ് കേട്ടോളൂ എന്ന് പറയണം. അത് കേട്ടോളൂ, ഞാൻ ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്താച്ചാൽ ദുർജനങ്ങൾ പീഡിപ്പിച്ചപ്പോൾ അതൊക്കെ തൻ്റെ പ്രാരബ്ധ കർമ്മ ഫലമാണ് ഞാൻ അനുഭവിക്കണ എന്ന് മനസ്സിലാക്കിയിട്ട് സഹിച്ചു ഒരാളെ, ഒരു ഭിക്ഷു. ആ ഭിക്ഷു പറഞ്ഞ
അല്ലെങ്കിൽ പാടിയ ഗീതം ഞാൻ നിന്നോട് പറയാമെന്ന് പറയണം. ഞാൻ എങ്ങനെയാണ് ദുർജനങ്ങളുടെ വാക്കിനെ, പിന്നെ നമ്മുടെ ഹൃദയത്തിനെ വേദനിപ്പിക്കുന്ന വാക്കിനെ എങ്ങനെ സഹിക്കാമെന്ന് കാണിക്കാൻ ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ്. അദ്ദേഹം ആരുടെ കഥയെ പറഞ്ഞാൽ വെച്ചാൽ ഒരു ഭിക്ഷുവിൻ്റെ കഥയാണ് ഞാൻ പറയണത്. ആ ഭിക്ഷു വളരെയധികം പീഡിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ഉപജീവനത്തിന് പോലും മാർഗമില്ലാതെയും എല്ലാവരും നിർദ്ദയമായി പെരുമാറുകയും ചെയ്തപ്പോഴും തൻ്റെ പ്രാരബ്ധകർമ്മ ഫലമാണ് താൻ അനുഭവിക്കുന്നതെന്ന് കരുതിയിട്ട് സഹിച്ചു ആ ഭിക്ഷു പാടിയൊരു ഗീതം ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുകയാണ്. കാരണം വിരക്തനായി ഇങ്ങനെയൊക്കെയുള്ള അനുഭവം വന്നപ്പോൾ, ധനമൊക്കെ നശിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അയാൾക്ക് വൈരാഗ്യം വന്നു. എന്നിട്ട് അത് പറയണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയാണ് ഇനിയിപ്പോൾ ഭഗവാൻ പറയണം. ഈ ഭിക്ഷു എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് എന്താ ഉണ്ടായിയെന്ന് പറയും. എന്നിട്ട് പിന്നെ ഭിക്ഷു ഗീത അദ്ദേഹം പാടിയതും പറയും കേട്ടോ. അപ്പോൾ 4-5 വായിച്ച് നമുക്ക് 6ലേക്ക് പോവാം. പിന്നെ കഥയന്തി മഹത് പുണ്യം ഇതിഹാസമിഹോദ്ധവ തമഹം വർണ്ണയിഷ്യാമി നിബോധ സുസമാഹിത കേനചിത് ഭിക്ഷുണാ ഗീതം പരിഭൂതേന ദുർജനൈ സ്മരത ധൃതിയുക്തേന വിപാകം നിജകർമ്മണം. ഇനി പറയാണ്, അവന്തി രാജ്യത്ത് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ഒരു ഭിക്ഷുവിൻ്റെ കഥയിലൂടെ ഞാൻ അങ്ങയെ അത് ബോധ്യപ്പെടുത്തി തരാം എന്ന് പറയണം കേട്ടോ. എങ്ങനെയാണ് അങ്ങനെ വേണ്ടതെന്ന്. അപ്പോൾ അവന്തിഷു ദ്വിജ കശ്ചിദാസീദാഢ്യതമശ്രിയ വാർത്താവൃത്തി കദര്യസ്തു കാമി ലുബ്ധോദികോപന. ആ ഭിക്ഷുവിൻ്റെ കഥ പറയാം കേട്ടോ. അവന്തി ദേശത്തിൽ വാർത്താവൃത്തി, അതായത് കൃഷി, കച്ചവടം എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഉപജീവനം ചെയ്തിരുന്ന ശ്രിയ ആഢ്യതമഹ ഈ ആയതുകൊണ്ട് ധനാഢ്യനും നല്ല ആഢ്യതമനാണ്. നല്ല അങ്ങനെ കൃഷിയും വ്യാപാരമൊക്കെ ചെയ്തിട്ട് നല്ല അയാൾക്ക് പൈസ ഉണ്ടായി. പക്ഷേ കാമി, സ്ത്രീലമ്പടനാണ്. ഭയങ്കര സ്ത്രീകളോട് ആസക്തിയുള്ളവനും ലുബ്ധനും ഭയങ്കര പിശുക്കും. കദര്യ തന്നെയും, അതായത് തന്നെയും തൻ്റെ ധർമ്മത്തിനെയും ഭാര്യാമക്കളെയും ഈശ്വരനെയും അതിഥിയും ഒക്കെ അവരോട് ആരോടും നന്നായി പെരുമാറാത്തവനാണ്. എല്ലാവരും ഉപദ്രവിക്കും ചെയ്യും ഇയാൾ. കശ്ചിത് ദ്വിജ ഒരു ബ്രാഹ്മണൻ ആസീതുണ്ടായിരുന്നു. എങ്ങനത്തെ ബ്രാഹ്മണനാണെന്ന് അറിയോ? നല്ല ബ്രാഹ്മണനേ അല്ല. പണ്ട് ആ ബ്രാഹ്മണൻ എങ്ങനത്തെ ബ്രാഹ്മണനായിരുന്നു? ഈ അവന്തി ദേശത്ത് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അയാളെ കൃഷിയും വാണിജ്യമൊക്കെ ചെയ്തിട്ട്, കൃഷിയും കച്ചവടമൊക്കെ ചെയ്തിട്ട് നല്ല ധനവാനായി. എന്നാലോ എല്ലാ സ്ത്രീകളോടുള്ള വളരെ ആസക്തിയുണ്ട്. പിന്നെ മക്കളെയും ഭാര്യയും മക്കളെയും എന്ന് വേണ്ട, തൻ്റെ വീട്ടിൽ വരുന്ന അതിഥികളോട് ഒന്നും നന്നായി പെരുമാറില്ല. അവരോടൊക്കെ ഉപദ്രവിക്കുകയുള്ളൂ. വാക്കുകൊണ്ടോ പിന്നെ പ്രവൃത്തി കൊണ്ടോ ഒക്കെ അവർ ഉപദ്രവിക്കും. അങ്ങനെ ഒരു ബ്രാഹ്മണൻ അവന്തി ദേശത്ത് വസിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഒന്നും കൂടി ചെയ്യാം. അവന്തിഷു ദ്വിജ കശ്ചിദാസീദാഢ്യതമശ്രിയ വാർത്താവൃത്തി കദര്യസ്തു കാമി ലുബ്ധോദികോപന. എല്ലാവരെയും കോപിപ്പിക്കും. ലുബ്ധനാണ്, സ്ത്രീലമ്പടനാണ്. അങ്ങനെ ജ്ഞാതയോതിഥയസ്തസ്യ വാങ്മാത്രേണാപി ആർച്ചിത ശൂന്യാവസഥ ആത്മാപി കാലേ കാമൈരനർച്ചിത. 7 എന്താണ്? തസ്യ അവൻ്റെ അതിഥയ ജ്ഞാതയ അപി അതിഥികളും ജ്ഞാനികളും, ശരിക്കും അതിഥി ദേവോപ എന്നല്ലേ പറയുക, അതിഥികളും ജ്ഞാനികളും വാങ്മാത്രേണ വാക്കുകൊണ്ട് പോലും അർച്ചിത അവനാൽ പൂജിക്കപ്പെട്ടില്ല. കഷ്ടം എന്നേ പറയാനുള്ളൂ. അത്ര ഒരു ദുഷ്ടനാണ് അയാൾ. തൻ്റെ വീട്ടിൽ വരുന്ന അതിഥികളെ ദേവനെ പോലെ പൂജിക്കണം, ബ്രഹ്മജ്ഞാനികളെയും ദേവനെ പോലെ പൂജിക്കണം എന്നല്ലേ പറയുക. തൻ്റെ വീട്ടിൽ വരുന്ന അതിഥികളെയും ബ്രഹ്മജ്ഞാനികളെ ഒന്നും വാക്കുകൊണ്ട് പോലും അവൻ പൂജിച്ചില്ല. ശൂന്യാവസത്തെ ധർമ്മമില്ല, ഒരു ധർമ്മം നടത്താത്ത ആ ഒരു ഗൃഹത്തിൽ ആത്മാ അഭി തൻ്റെ ശരീരവും കൂടി
കാലേ വേണ്ടുന്ന കാലത്തിൽ കാമൈഹി ആഗ്രഹങ്ങളാൽ അനർച്ചിത തൃപ്തിപ്പെടുത്തില്ല. അതായത് അത്ര പിശുക്കുണ്ട്. അപ്പോൾ വരണവരെ ഒന്നും ആരാധിക്കില്ല എന്ന് മാത്രമല്ല, അത്ര ധർമ്മശൂന്യമായിട്ടുള്ള ആഗ്രഹത്തിൽ അവനവൻ്റെ ആഗ്രഹത്തിന് പോലും പൈസ ചിലവാക്കിയില്ല. അവനവൻ്റെ ഉള്ളിലത്തെ ജീവാത്മാവിന് വേണ്ടിയിട്ട് പോലും നമ്മളങ്ങനെയല്ലേ, നമ്മളെ ജീവൻ നിലനിർത്താൻ തന്നെ ഒന്നും ചെയ്യില്ല പറഞ്ഞാൽ അത്ര പിശുക്കെന്ന് പറയണം. ദാനം ചെയ്യൂല്ല, അയാളെ ആർക്കും കൊടുക്കൂല്ല, സ്വയം അനുഭവിക്കുകയും ചെയ്യില്ല പറയണം. അതായത് അങ്ങനെയാണല്ലോ ലുബ്ധന്മാരല്ലേ. അവനവന് മോഹമുള്ളത് പോലും സാധിക്കില്ല. അതാണ് പറഞ്ഞത്. പിന്നെ എന്താണ്, തൻ്റെ ശരീരവും കൂടി, തൻ്റെ ഉള്ളിലുള്ള ജീവാത്മാവിനെ പോലും തൃപ്തിപ്പെടുത്തിയില്ല. പുറത്ത് വരുന്ന അതിഥിയും ബ്രഹ്മജ്ഞാനികളെയും തൃപ്തിപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, ഭാര്യ മക്കളെ ഒന്നും തൃപ്തിപ്പെടുത്തില്ല. അവനവൻ്റെ മോഹം തന്നെ സാധിക്കാൻ പിന്നെ പിശുക്ക് സമ്മതിച്ചില്ല. അത്ര പിശുക്കനായിരുന്നു അയാൾ കേട്ടോ. അപ്പോൾ നമുക്ക് 7 വായിച്ചവിടെ നിർത്താം. ജ്ഞാതയോ തിഥയസ്തസ്യ വാങ്മാത്രേണാപി നാർച്ചിതാ ശൂന്യാവസഥ ആത്മാപി കാലേ കാമൈരനർച്ചിത. അവനവൻ്റെ ഉള്ളിലത്തെ മോഹങ്ങളെപ്പോലും അർച്ചിച്ചില്ല. മീൻസ് അതുപോലും നിറവേറ്റാൻ പിശുക്ക് സമ്മതിച്ചില്ല. അവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.